അപ്പോൾ നമ്മളിന്ന് ബാംഗ്ലൂരേക്ക് റിട്ടേൺ പോക്കാണ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട്. സോ അലോഡായിട്ടുള്ള ലീവെല്ലാം കഴിഞ്ഞു. അപ്പോൾ 1-ാം തീയതി നവംബർ 1 ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നല്ലൊരു തുടക്കമായിരിക്കട്ടെ. ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കാനും പിടിക്കാനുമുണ്ട്. സോ നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. സോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ആനപ്പന്തി കവലയിലാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 7:21. അപ്പോൾ നമ്മൾ 21 മിനിറ്റ് കൊണ്ട് ആനപ്പന്തി കവലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലോങ് വേ ടു ഗോ. ഇതിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ ജോലി സ്ഥലത്ത് എന്ന് വെച്ചാൽ ബാംഗ്ലൂർ വൈറ്റ്ഫീൽഡ് കുന്തനാളി എത്തുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. സോ പോകുന്ന വഴിക്കുള്ള ഓരോ കാഴ്ചകൾ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. സോ സ്റ്റേ ട്യൂൺ. ഇത് കൂട്ടുപുഴ പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള കഫയാണ്. സോ ആസ് യു ക്യാൻ സീ ദിസ് കൂട്ടുപുഴ വിരാജ്പേട്ട മൈസൂർ ബാംഗ്ലൂർ റോഡ്. നമുക്കിതാ ഈ പാലം കയറിയിട്ട് വേണം ഇവിടുന്ന് എന്ത് ചെയ്യാം, അടുത്ത റോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ ഇത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞു, എന്ന് വെച്ചാൽ എൻ്റെ നാട് കഴിഞ്ഞു. ഇവിടുന്ന് ഒരു 14 കിലോമീറ്റേഴ്സാണ് എൻ്റെ നാട്ടിലേക്കുള്ളത്. സോ മാൻ, അങ്ങനെ ഒരിക്കൽ കൂടി നാട് വിടുന്നു. നടുക്കുള്ളൊരു വഴിയാണിത് മോനെ. സീന് റൂട്ട് എന്നല്ല പറഞ്ഞാൽ സീൻ റൂട്ടാണ്. പക്ഷെ ഇത് കണ്ട, ഇതാണ് അവസ്ഥ. ഒരു പ്രോപ്പറായിട്ടുള്ള ടാറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിങ്ങനത്തെ കാട്ടിൽ പെട്ടുപോയ പെട്ടതന്നെ, വീണ തന്നെ നോക്കണ്ട. പിന്നെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 8:15. ഓക്കെ, 8:15 ആകുമ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു, ടേണും ബെൻഡും ചുരെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടോ, ഇവിടെയാണ് ഫുഡിൻ്റെ കോർട്ട് വരുന്നത്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒന്നല്ല ഒരുപാടുണ്ട്. സോ ഞാനിവിടെ കയറി ഒന്ന് ഫ്രഷപ്പായി നമുക്ക് യാത്ര തുടരാം. സോ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഒരു 9:45 9:45 ഞാൻ ഓൾമോസ്റ്റ് ഒരു 100 കിലോമീറ്റർ സംതിങ് കവർ ചെയ്ത്. ഇനി നമുക്ക് നോക്കാം എത്ര സമയമുണ്ട്. ഇനി കറക്റ്റ് 200 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമുക്കിപ്പോൾ NH 275 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ NH കഴിയും. അപ്പോൾ ടോട്ടലി 205 കിലോമീറ്ററും കൂടി കവർ ചെയ്താൽ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെത്തും.
മോനെ ഉള്ള ചൂട് കൊണ്ട് നിൽക്കാനാവുന്നില്ല. എനിക്ക് കുറച്ച് വെള്ളമെല്ലാം കുടിച്ചിട്ട് പോകാമെന്ന് തോന്നി. മൊത്തത്തിൽ പൂവെല്ലാം നട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് സംഭവം. ടോളെല്ലാം വാങ്ങിയല്ലേ അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇപ്പം എത്രയായി ടൈം? ഇപ്പോൾ 11:23. ഓക്കെ, ഈ 11:23ക്ക് ഇനി ഒരു 125 കിലോമീറ്റേഴ്സും കൂടി ഉണ്ട്. അതും കൂടി ആയാൽ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. അപ്പോൾ 3 മണിക്കൂറും 19 മിനിറ്റും കൊണ്ട് 125 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ എത്രയായി സമയം? 11:24. അപ്പോൾ ഒരു 3 മണിക്കൂർ കൂടെ പറയുമ്പോൾ 12, 1, 2, 2:30 എന്തായാലും ആവും. 2:30 എത്തുള്ളൂ. അപ്പോൾ ഒരു ഉറക്കവും കഴിഞ്ഞിട്ട് നേരെ ഡ്യൂട്ടിക്ക് കയറാമോ? പ്രതീക്ഷിക്കുന്നത് പോകുന്ന വഴിക്കന്നെ ഫുഡ് കഴിക്കണം. ഞാൻ ഇതിനകത്തൊന്നും വെള്ളമൊന്നും കുടിച്ചിട്ടുമില്ല. നോക്കാം, കുറച്ച് വെള്ളം കുടിക്കാം അല്ലേ? മോനെ ഇവിടെ ഇങ്ങനെയുള്ള ഹെഡ്മാറ്റത്താച്ചുള്ള ഞാൻ അറിഞ്ഞില്ല. സോ ഇതിപ്പോ രാമനഗരം. സോ അപ്പോൾ ഞാനിവിടെ ടോളിൻ്റെ അടുത്ത് എത്തിയിട്ടാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ടോൾ കൊടുക്കണം. ടോൾ കൊടുക്കാണ്ട് കയറ്റി വിടൂല എന്നാണ് പറയുന്നത്. സോ നോക്കാം. സോ പ്ലാൻ ചെയ്ത പോലെ തന്നെ കറക്റ്റ് ഒരു 2:35, 2:40 ഉള്ളിൽ തന്നെ നമ്മൾ ഇവിടെ എത്തി. പക്ഷേ പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൗസ് ഞാൻ വാങ്ങിയിരുന്നില്ല. അതിൻ്റെ സൈഡ് എഫക്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. മുഖെല്ലാം ഫുള്ള് ചോന്ന് തുടുത്തിന്. വെയിലുണ്ടായിരുന്നു വെച്ചാൽ ഫുൾ ജാക്കറ്റ് തളിട്ടോണ്ട് വെയിലങ്ങനെ തിരിച്ചിട്ടില്ല. അങ്ങനെ കറക്റ്റ് ഒരു 3:15 ഞാനിവിടെ എത്തി. ഇവിടെ എൻ്റെ ഡെസ്റ്റിനേഷനിലെത്തി. സോ ഗൂഗിൾ വെച്ച് പറഞ്ഞത് ഒരു 2:35 എത്തുന്ന. പക്ഷേ എങ്കിൽ ഞാൻ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞ് ഇവിടെ ബാംഗ്ലൂർ എത്തിയതിനു ശേഷം, അതുകൊണ്ട് ഈ ലേറ്റ് ആയത്. മോനെ കണ്ണെല്ലാം നോക്ക്, ഒരു 300 കിലോമീറ്റർ മോർണിംഗ് തൊട്ട് ഓടിയപ്പോൾ കണ്ണെല്ലാം ഫുള്ളിക്കാനായിട്ടുണ്ട്. ഇതിങ്ങനെ ഹിമാലയത്തിലെല്ലാം പോകുന്നൊരു പോയോക്കണം, എന്നാലും മനസ്സിലാവും. വന്ന ക്ഷീണത്തിൽ ഞാൻ കിടന്ന് ഉറങ്ങുകയും ചെയ്ത് 8:30 ആകുമ്പോഴേക്ക് എണീറ്റ് കുളിച്ച് റെഡിയായി എല്ലാ കാര്യങ്ങളും പോളിഷെല്ലാം ചെയ്ത് വെച്ച് ഇനി നേരെ പോയിട്ട് ഡ്യൂട്ടി എടുക്കണം. അപ്പോൾ വെക്കേഷനെല്ലാം കഴിഞ്ഞ് ഇന്ന് ഡ്യൂട്ടിക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് എൻ്റെ ഓഫീസും എൻ്റെ പിള്ളേരും. ഞാൻ വന്ന എക്സൈറ്റ്മെൻറ്റിൽ കഴിഞ്ഞ വ്ളോഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങളിരുന്ന്. ഇപ്പോൾ 10:23. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് കയറിയിട്ട് കുറച്ചൊരു തലകറക്കം പോലെ. ഇത്ര യാത്രയെല്ലാം കഴിഞ്ഞ് വന്നതല്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ വന്നതാ. ചായ അല്ലെങ്കിൽ ഒരു ലൈം സോഡ കുടിക്കും, ഒന്ന് ക്ലിയർ ആക്കും. സോ ഇതാണ് തൂബ്രഹള്ളി. ഇവിടെയാണ് എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലം. അത്ര ഭയങ്കര ടൗൺ അല്ല, പക്ഷെ ടൗണിലേക്കെല്ലാം കണക്ട് ചെയ്യുന്ന റോഡ് ഇവിടെയാണ് ഉള്ളത്. ഇതിലും ഈ ഒരു ബേക്കറി ഉണ്ടാവും. എൻ്റെ ഈ ഏരിയയിൽ മാക്സിമം ഒരു 10 ആവും, അല്ലെങ്കിൽ ഒരു 9:30 ആകുമ്പോഴേക്ക് എല്ലാ കടകളും പൂട്ടിപ്പോകുന്നതാണ്. അവിടെ നിന്നാണ് ഈ ഒരു കട. ഇത് മലയാളികളാണ് കേട്ടോ. സോ ഈ ഒരു കട വന്നത്. ഈ കട വന്നത് മാത്രമല്ല, അവരൊരു 11:30 അല്ലെങ്കിൽ 12 എത്തിയിട്ടില്ല, 11:30 വരെ എന്ത് ചെയ്ത് കട ഓപ്പണാക്കി വെച്ചു. കട ഓപ്പണാക്കി വെച്ചപ്പോൾ എന്തായി, ഈ നാട്ടിലെ എല്ലാവരും ഇതേപോലെ വന്നിട്ട് ചായ കുടിക്കാൻ തുടങ്ങി. സോ അവർ വന്നിട്ട് ഇവിടെയുള്ളൊരു ബ്രേക്ക് ചെയ്ത് ആ ഒരു ടൈം പീരീഡ് ബ്രേക്ക് ചെയ്തപ്പോൾ എന്നെപ്പോലെയുള്ളവർക്കും ഈ ഒരു ടൈമിന് വന്നിട്ടും നിങ്ങൾ കുടിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം വന്നു. സോ ദ ന്യൂ ചോയ്സ് കൊള്ളാം.